നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും കേസ്. തിരുവനന്തപുരം സ്വദേശിനിയായ നടി കരമന പോലീസിൽ പരാതി നൽകി. കേസ് കൂടുതൽ അന്വേഷണത്തിനായി തൊടുപുഴ പോലീസിന് കൈമാറും. കൂടാതെ സിദ്ദിഖിനെതിരായ കേസിൽ ഇന്ന് കൂടുതൽ തുടർ നടപടികൾക്കും സാധ്യത. ഇതുവരെ ലഭിച്ച തെളിവുകൾ പ്രത്യേക സംഘം വിശദമായിട്ട് പരിശോധിക്കും. ഉടൻ തന്നെ സിദ്ദിഖിനെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസമാണ് കരമന പോലീസ് നടൻ ജയസൂര്യക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. സ്ത്രീപീഡനം ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിക്രമത്തിനിരയായ നടി കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയിരുന്നു. തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി. ഇതിനെ തുടർന്ന് കേസ് തൊടുപുഴ പോലീസിന് കരമന പോലീസ് കൈമാറും. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കേസും കൈമാറാനാണ് സാധ്യത. നടിയുടെ മൊഴി കഴിഞ്ഞ ദിവസം തന്നെ കരമന പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. കന്റോൺമെന്റ് പോലീസും മറ്റൊരു പരാതിയിൽ ജയസൂര്യക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതേസമയം നടൻ സിദ്ദിഖിനെതിരായ കേസിൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം സിദ്ദിഖിനെതിരായ തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു. ഈ കേസിന്റെ അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ച് എസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചു. സിദ്ദിഖിനെ ചോദ്യം ചെയ്ത തെളിവുകളിൽ വ്യക്തത വരുത്തിയാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസിന് കടക്കാനാകും. ഇത് മുന്നിൽ കണ്ട സിദ്ദിഖ് തനിക്കെതിരായ എഫ്ഐആറും പരാതിയുടെ പകർപ്പും തേടി കോടതിയെ സമീപിച്ചിരുന്നു. നിലവിൽ കേസിൽ ഉൾപ്പെട്ട നടനും MLA-യുമായ മുകേഷ് രാവിലെ തിരുവനന്തപുരം വിട്ടു. മാധ്യമങ്ങളോട് പ്രതികരിക്കാതെയാണ് അദ്ദേഹം രാവിലെ തിരുവനന്തപുരത്ത് നിന്നും പോലീസ് സുരക്ഷയിൽ കൊച്ചിയിലേക്ക് പോയത്. ജനം, തിരുവനന്തപുരം.